പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്തെ എല്ലായിടത്തും ശക്തമായിട്ട് മഴയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മധ്യ വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്, 7 ഇടങ്ങളിൽ യെല്ലോ അലർട്ടുമുണ്ട്. മീര മനോഹരനോട് ചോദിക്കാം, ഇന്നത്തെ പൊതുവിലെ ഒരു മഴ അന്തരീക്ഷം എന്താണ്, എങ്ങനെയാണ് അലേർട്ടുകൾ എന്നുള്ളത്. മീര, ഗുഡ് മോർണിംഗ്. ഈ മഴ മുന്നറിയിപ്പുണ്ട്, ഈ 2 ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പൊതുവിൽ ഇന്ന് എങ്ങനെയായിരിക്കും ഒരു കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടിയൊക്കെ ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളുണ്ടോ? സേതു, ഗുഡ് മോർണിംഗ്. 2 ദിവസമായി സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. അത് തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ. മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ നിലവിൽ മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ, എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മഴയില്ല, പക്ഷേ മഴക്കാറുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് മഴ തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ ഒരു ന്യൂനമർദ്ദമുണ്ട്. അതിൻ്റെ സ്വാധീനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മഴ പെയ്യുന്നത്. ഇന്നലെ തന്നെ വിവിധ ഡാമുകളിലും നദികളിലും ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഡാമുകളുടെ ഉൾപ്പെടെ ഷട്ടറുകൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ വയനാട്ടിലെ ബാണാസുര ഡാമിൻ്റെ ഉൾപ്പെടെ ഷട്ടറുകൾ ഉയർത്തും എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 2 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശവാസികൾക്കും ഈ കടൽക്ഷോഭ, കടലാക്രമണ സാധ്യതയുള്ളതിനാൽ ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇന്ന് തെക്കൻ ജില്ലകളിലേക്ക് മഴ മുന്നറിയിപ്പില്ല. മധ്യ വടക്കൻ ജില്ലകളിലാണ് പ്രധാനമായും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്, അതായത് അതിശക്തമായ ഒരു മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് മഴക്കെടുതികൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ KSEB ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലും പുലർച്ചെയൊക്കെ പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ലൈൻ കമ്പി പൊട്ടി വീഴുന്നതോ മരം പൊട്ടി വീഴുന്നതോ ആയിട്ടുള്ള അപകടാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് KSEB ഉൾപ്പെടെ മുന്നോട്ട് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും നിരവധിയായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചിങ്ങ ഒന്നാണെങ്കിലും മഴയുണ്ട്. മഴ എല്ലായിടത്തും അത്യാവശ്യം മഴ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് കുറച്ചൊന്ന് സൂക്ഷിച്ചൊക്കെ പോകാമല്ലേ. കാരണം ഇപ്പോഴത്തെ മഴയെന്ന് വെച്ചാൽ പണ്ടത്തെ പോലത്തെ മഴയല്ലല്ലോ. കാരണം ഈ കാലം തെറ്റി വരുന്ന മഴയാണ്. മാത്രമല്ല, ഈ മഴയുടെ സ്വഭാവം പോലെ നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. വലിയ കെടുതികളാണ് മഴ പെയ്യുന്ന സമയത്ത്, വൻ കെടുതികളാണ്. ഇന്നലെ തന്നെ നമുക്ക് അറിഞ്ഞൂടെ, ഇന്നലെ സംസ്ഥാനത്ത് ഷോക്കേറ്റ് 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഈ മഴക്കെടുതിയിൽ ഈ ലൈൻ കമ്പിയൊക്കെ പൊട്ടി വീണേ, അങ്ങനെയൊക്കെ അപകടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചും കണ്ടും കരുതിയും ഒക്കെ പുറത്തിറങ്ങുക. വീടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ പോലും ഈ മഴക്കെടുതിയൊക്കെയുള്ള സമയത്തൊക്കെ കുറച്ചും കൂടെ നമ്മളൊരു അധിക ജാഗ്രത വരേണ്ട ഒരു സമയമാണ്.